മധുരയ്ക്ക് പോണെന്ന് പറഞ്ഞേ? ആന്റി ആന്റി എന്താ പോകുന്നത് മധുരയ്ക്ക്? അമ്മമ്മ കനകാന്റി എന്നാ മധുരയ്ക്ക് പോന്നേ? എന്നോടാന്ന് ചോദിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ചോദിച്ചാലും ഒരേപോലെയല്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഒരുപോലെ അല്ല. കനകാന്റി എന്താ മിണ്ടാത്തെ? അതും എന്നോടാന്ന് ചോദിക്കുന്നേ? അങ്ങോട്ട് വര്. ഓ, രണ്ടുപേരും തമ്മിൽ ഉടക്കാണല്ലേ? ആന്റി എന്താ പ്രശ്നം? അമ്മമ്മ എന്താ പ്രശ്നം? അങ്ങോട്ട് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലയോ? ഞാൻ രണ്ടുപേരോടും മാറി മാറി ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ പറ. അമ്മോ ഫുഡ് ഉണ്ട്. പിന്നെ വിളിക്കണ്ട, ഒന്നും മിണ്ടൂല. ഞാൻ കൊറേ നേരമായി കിടന്ന് വിളിക്കണേ. ഓ, അപ്പൊ അമ്മൂമ്മ എന്തായാലും പറഞ്ഞാണ് അല്ലേ? ഓ, അപ്പൊ ഞാനാണല്ലേ ഈ വീട്ടിൽ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നേ? കനകാന്റി ആന്റി പറ, എന്താ ആന്റി പ്രശ്നം? പറ, ചെല്ലല്ലേ, പറ. அம்மா வந்து என்கிட்ட மதுரைக்கு போக சொன்னாங்க. മധുരയ്ക്ക് പോവാനാ? അതാ ആന്റി നേരത്തെ പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? അതാ ഞാൻ ഇപ്പൊ വന്ന് ചോദിച്ചേ എന്നാ പോകുന്നേന്ന്. ആണല്ലോ ആണല്ലോ പ്ലാൻ ചെയ്താണല്ലോ. അതെ. ആ, ഇതേ കാര്യം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എപ്പോഴാ മധുരയ്ക്ക് പോന്നേന്ന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു പാറുവിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടേ പോന്നുള്ളെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ പരീക്ഷ വരെ നോക്കി നിൽക്കുന്നേ, നീ പൊക്കോന്ന് പറഞ്ഞു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. അതിനാണ് ഉമ്മാടെ ഇത്രയും വലിയ പൊക്കത്തി പറയുന്നത്. அப்படி இல்ல லட்சு, அம்மா சொல்றாங்க நீ நாளைக்கே மதுரைக்கு கிளம்பி போன்னு. അങ്ങനെ പറഞ്ഞാ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, വീട്ടിലോട്ട് പോകുന്ന കാര്യമല്ലയോ, നീ പരീക്ഷ വരെ ഒന്നും നോക്കി നിൽക്കണ്ട, നീ പോ, എല്ലാരെയും ഒന്ന് കാണാവല്ലോ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു തെറ്റാന്നോ ലച്ചു? തെറ്റാണോന്നൊക്കെ ചോദിച്ചാ ചേച്ചി ആ ആലോചിച്ചിട്ട് സൈഡ് സൂക്ഷിക്കണം. സൈഡില് മൊത്തം ചലന്തി വില. അപ്പൊ അതങ്ങനെ സൂക്ഷിച്ചും കൊണ്ട് സൈഡ് വരണോ, അല്ലെങ്കിൽ വെച്ച് ഏറി കയറും. അമ്മമ്മ, ഇപ്പൊ നമ്മളെ കറക്റ്റ് ഇതിന്റെ ഒരു കാര്യം പറയാനാണെങ്കില് നമ്മള് ഒരു അഭിപ്രായം പറയണമല്ലോ. നമ്മളങ്ങനെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് എടുത്ത് ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു അങ്ങനെ നിഷ്പക്ഷമായ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാൾ ഈ വീട്ടിലുണ്ട്, അളിയൻ. എന്താടാ? ഒന്നുമില്ല, ചെറിയൊരു അഭിപ്രായം പറയുന്ന പരിപാടി. ഞാൻ അഭിപ്രായം പറയണോന്നോ? അളിയനെ കൊണ്ട് പറ്റുള്ളൂ, അത് അളിയനെ കൊണ്ടേ പറ്റും. എന്നെ കൊണ്ട് എനിക്ക് തന്നെ വയ്യ ലച്ചൂസേ. ദുബായിലാണെങ്കിൽ ഇതുപോലെ തന്നെയാ, എല്ലാവർക്കും എന്റെ അഭിപ്രായം വേണം, കൂട്ടുകാർക്കാണെങ്കിൽ പോലും. എന്തിനെ കുറിച്ചാണ് ഞാൻ അഭിപ്രായം പറയേണ്ടത്? സംഭവം വളരെ ചെറുതാണ്. അമ്മൂമ്മ കനകാന്റെ അടുത്ത് മധുരയിൽ പൊക്കോളം പറഞ്ഞു. ആന്റി നേരത്തെ മധുരയ്ക്ക് പോകണമെന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ? അതെ 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 ആണല്ലോ. അതെ. അപ്പോ കനകാന്റി പറഞ്ഞു ഞാൻ പാറുവിന്റെ എക്സാം കഴിഞ്ഞിട്ട് മധുരയിൽ പൊക്കോളാന്ന്. അത് നല്ലൊരു അഭിപ്രായമാണല്ലോ. കാര്യം എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാറൂസിനും പോവാം, വേണമെങ്കിൽ നമുക്കും പോവാം, അടിച്ചു പൊളിച്ചു വേണേ തിരിച്ചു വരാം അല്ലേ? അതെ അതെ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നീ ആന്റിയുടെ സൈഡ് ആണെന്നാണ്? ഈ കാര്യത്തില് ഞാൻ ആന്റിയുടെ കൂടെയാ. അങ്ങനെയാണെങ്കിൽ എന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഇവിടെ സംഭവിച്ചായിരുന്നു. എന്താ? അമ്മൂമ്മ അപ്പൊ കനകാന്റെ അടുത്ത് നീ ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞു. അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു? അത് ശരിയല്ലല്ലോ, കനകാന്റിയുടെ ഭാഗത്താണല്ലോ ഞാൻ. So you are supporting Kanaganti, right? ഈ കാര്യത്തിൽ ഞാൻ കനകാന്റിയെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റ്. ഈ വീട്ടിലെ എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല അല്ലേ സിദ്ധുമോനെ? കൊള്ളാം. சித்து, ரொம்ப தேங்க்ஸ். நீ என்னோட சைடு நின்னதுக்கு ரொம்ப நன்றி. അല്ല എടാ, ഇതെന്താ ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയ? പിന്നെ പോവില്ല അളിയ, വിവരമുണ്ടോ അളിയ? അളിയന് എന്റെ പൊന്നളിയ,
ആരെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കുന്നതിന് ഇടയിൽ കയറി പക്ഷം പറയൂ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പക്ഷം പറഞ്ഞത്. ഞങ്ങള് പക്ഷം പറയാൻ പറ്റാത്തോണ്ടല്ലോ അങ്ങനെ പറഞ്ഞത്. അല്ലയാ, ഇപ്പൊ ഉദാഹരണത്തിന് അമ്മൂമ്മ അടി ഉണ്ടാക്കുന്നു കനകാന്റെ അടുത്ത്, നമ്മൾ ആരുടെ സൈഡ് പിടിക്കണം? ആരുടെ സൈഡ് പിടിക്കണം? അമ്മൂമ്മയുടെ സൈഡ് പിടിക്കണം. കാരണം എന്താ? അമ്മൂമ്മയാണ് പ്രായത്തിൽ മൂത്ത ആള്. അപ്പൊ അമ്മൂമ്മയുടെ സൈഡ് പിടിച്ച് അമ്മൂമ്മയെ പതപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കനകാന്റെ എപ്പോഴെങ്കിലും പോയി സോപ്പിടല്ലോ. എടാ ഇതെന്താ നീ നേരത്തെ പറയാനേ? മറ്റു വേണം ഞാൻ എന്റെ നടുക്കും നിൽക്കേ. എടാ അമ്മൂമ്മക്ക് ഫീൽ ആക്കണോ? അമ്മൂമ്മയുടെ കാര്യമായതും കൊണ്ട് ചിലപ്പോ ഫീൽ ആവും, ചിലപ്പോ ഫീൽ ആവൂല. ബാക്കി നമുക്ക് കണ്ടറിയാം. കേശേ, കേശേ. ഓ എന്തമ്മായി? അമ്മായി ബാഗ് ഇട്ട് അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ? എങ്ങോട്ടാന്നാ? എവിടെ പോണ്? എവിടെ പോണെന്നാ? പിന്നെ ഇത്രയും വൃത്തിക്ക് ഡ്രസ് ചെയ്ത് വന്ന് എവിടെയെങ്കിലും പോകാനായിരിക്കില്ലേ അല്ലേ? നിനക്ക് ഞാൻ ഇന്നലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു തന്നാ? ഓ തന്ന്. എന്നിട്ട് നിന്റെ അടുത്ത് ഞാൻ എൻ്റെ കൂടെ ഒരു സ്ഥലത്ത് വരണോന്ന് പറഞ്ഞാ? പറഞ്ഞാന്നാ? പറഞ്ഞില്ലേ? പറഞ്ഞാണം. അത് ഇപ്പം ഞാൻ മറന്നു. ഓട്ടമ്മായി ഇപ്പം അമ്മായി പോയിട്ട് വാ ചെല്ല്. എടാ നീ വരണം കൂടെ. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വേറെ പരിപാടി പിടിച്ച്. ചേട്ടന് വരാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വരാം. അതാ എവള് വരും, കൊണ്ടുപോ ചെല്ല്. നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? പക്ഷെ അമ്മായിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ? കേശുവേ, നീ എന്ത് പരിപാടി പിടിച്ചാലും ശരി അതൊന്നും നടക്കൂല. നീ എൻ്റെ കൂടെ വരാൻ നോക്ക്. അമ്മായി പറ്റൂല, ഞാൻ പിടിച്ച പരിപാടി അത്ര സീരിയസ് പരിപാടിയാണ്. അല്ല പിന്നെ അമ്മായി ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? എന്നാ പിന്നെ എന്നോട് നേരത്തെ പറയണ്ടായിരുന്നോ? നേരത്തെ നിന്റെ അടുത്ത് പറഞ്ഞാ? എന്നാ പിന്നെ ഇന്ന് രാവിലെ ഓർപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് രാത്രി കിടക്കാൻ നേരത്തിന് മുമ്പ് ഓർപ്പിക്കണമായിരുന്നു. ഞാൻ വേറെ പരിപാടി പിടിച്ചിട്ട് നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. എടാ നീ വേറെ പരിപാടി പിടിക്കുമ്പോ എന്റെ അടുത്ത് വന്ന് കാര്യം ചോദിക്കണം. എത്ര മണിക്ക് പോകണമെന്നെങ്കിലും ചോദിക്കണം. അമ്മായി ഇനി വേറെ കച്ചവടം ഞാൻ ഇങ്ങോട്ട് എടുക്കൂല. ഞാൻ ഒരു കച്ചവടം പിടിച്ചുപോയി. അങ്ങനെ വേറെ കച്ചവടം പിടിക്കാൻ പറ്റൂല. അമ്മായിക്ക് ഞാൻ പറയണ മനസ്സിലാവില്ലേ? ഞാൻ പറയണ മനസ്സിലാവുള്ളേ. അമ്മായി എന്നോട് വരാൻ പറ്റൂല. എന്തോന്നത്? അല്ല അമ്മായി രാവിലെ എവിടെ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ? കേശവൻ അമ്മായിയെ തേച്ച്. ആടാടാ. ഒന്നുമല്ല. എന്റെ പൊന്നില്ലേ ചേച്ചി, അമ്മായി സമയം കാലവും നേരം ഒന്നും പറയാതെ ഒരു പരിപാടി ഒപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോവാനോട് കൂടെ ഞാൻ വേറെ പരിപാടി പിടിച്ച്. ഇവൻ വേറെ പരിപാടി പിടിച്ചെന്ന് ഇവൻ എന്റെ അടുത്ത് ചോദിച്ചുകൂടായിരുന്നാ? ഞാൻ എന്തിനാണ് ചോദിക്കണ്ടേ? പറ, ഞാൻ എന്തിനാണ് ചോദിക്കണ്ടേ? ഇത് എനിക്ക് മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നാണ് ലച്ചു. മനഃപൂർവ്വം ആര് പണിഞ്ഞു? അമ്മായി എന്തിനാണ് അമ്മായി പറയണേ? അമ്മായി ചുമ്മാ എപ്പോഴെങ്കിലും ആണ്ടിലും കൊല്ലത്തിലും എന്തെങ്കിലും കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ട് എടാ നീ അപ്പൊ പോണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് പാടാ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വരാൻ പറ്റും കൂടെ? ഇന്നലെ ഞാൻ നിനക്ക് പെട്രോൾ അടിച്ചു തന്നാ? അന്ന് ശരിയാവില്ല ചേച്ചി, പറഞ്ഞ ചേച്ചി പറ. ആറ് ഭാഗത്തന്നെ ഞാൻ പറ. അളയാ അളയാൻ പറയണേ. അളിയൻ പറ. ഞാൻ എന്താണ് പറയേണ്ടത്? സിദ്ധുവേ, ഇന്നലെ ഇവന് ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുത്ത്. എന്നിട്ട് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് എന്റെ കൂടെ ഒരു സ്ഥലത്ത് വരണമെന്ന്. ഇവ എന്നെ തേച്ച്. അളയാ അങ്ങനെയല്ല സംഭവം. അമ്മായി എന്റെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് എന്നിട്ട് പറഞ്ഞെടാ നമുക്ക് പോണോന്ന് പറഞ്ഞ്. നാളെ പോണോന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. നാളെ എപ്പോൾ പോണോന്ന് പറയണോ? നാളെ രാവിലെ പോകണം, രാവിലെ പോലെ വൈകിട്ട് പോകണം, ഉച്ചയ്ക്ക് പോകണം, എപ്പോന്ന് വെച്ചാൽ പറയണ്ടേ, സമയം പറയണ്ടേ. അല്ല നാളെ പോകണമെന്ന് പറഞ്ഞാൽ നാളെ ഫുൾ, അതായത് ഇന്ന് ഫുൾ എനിക്കിവിടെ ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേറെ പരിപാടി പിടിച്ചു. ഇതെന്തോന്നാണ് ചെയ്തത്? ഞാൻ ഇന്നലെ ഇവന്റെ അടുത്ത് പോണോന്ന് പറഞ്ഞ അപ്പൊ അറ്റ്ലീസ്റ്റ് ഇവൻ എന്റെ അടുത്ത് സമയം ചോദിക്കാല്ല. ആ മര്യാദ ഇവൻ കാണിച്ചാ? അല്ലളിയാ, അളിയ എന്ത് പരിപാടിയാ കാണിച്ചത്? അമ്മായി ഒന്നും ഇല്ലല്ലോ, നിനക്ക് പെട്രോൾ അടിച്ചു തന്നില്ലടാ. നിനക്ക് അമ്മയുടെ കൂടെ പോകാമായിരുന്നു. കറക്റ്റ്. ഓഹോ, അപ്പോ അളിയൻ അമ്മായിയുടെ ഭാഗത്താണല്ലേ? അളിയ ഈ കാര്യത്തിൽ അമ്മയുടെ ഭാഗത്തല്ലേ ന്യായം? ന്യായം അമ്മായിയുടെ ഭാഗത്ത്. അപ്പൊ എന്റെ ഭാഗത്ത് ന്യായം ഇല്ലാന്ന് അളിയാ. ചേച്ചിയായി ചേച്ചിയായി. കേശുവേ, നിനക്കിപ്പം മനസ്സിലായല്ലോ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ലെന്ന്. ലച്ചു കൊള്ളാം, കൊള്ളാം, നന്നായിട്ടിരിക്കണം. അളയനെ അളയ ഒരു കാര്യം ആലോചിക്കണം. തലയെ വെച്ചാ പേനരിക്കും, തറയെ വെച്ചാ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ അളയൻ എന്റെ മടിയിട്ടാണ് ഞാൻ വളർത്തിയത്. ആ അളയെ എന്റെ അടുത്ത് ഈ ചെയ്ത്ത് മോശമായി, ഭയങ്കര മോശമായി, ഭയങ്കര മോശമായി. എനിക്ക് ഹെർട്ടായി. അതിന് സിദ്ധു ചെല്ലി എന്താണ് മോശം? അവൻ ന്യായത്തിന്റെ ഭാഗത്തല്ലേ? താങ്ക്സ് സിദ്ധു. ന്യായത്തിന്റെ ഭാഗത്ത്, ന്യായത്തിന്റെ ഭാഗത്ത്. ഞാനിവിടെ നിന്നാ ശരിയാവൂല. അമ്മായി, ഈ അമ്മായി എവിടെ വിളിച്ചാലും ഞാൻ വരുമല്ലോ. അമ്മായി എന്നല്ല, ഈ വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഞാൻ എവിടെ വരാൻ പോലില്ല. അളിയ പോലെ എന്റെ മൂട് പോയി, ഞാൻ എവിടെ പോണില്ല.
കൊള്ളാം സിദ്ധു, കൊള്ളാം, നന്നായിട്ടുണ്ട്. ലച്ചൂസ് ഇത് നമ്മളെ ചില കാര്യങ്ങളിൽ ചില സമയത്ത് അഭിപ്രായം പറയാൻ നിൽക്കരുത്. കുറച്ചു നേരം മുമ്പ് നിങ്ങൾ പറഞ്ഞു പ്രായത്തിന് മൂത്ത ആൾക്കാരുടെ ഒപ്പം നിൽക്കണമെന്ന്. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഞാനൊരു അഭിപ്രായം പറയാൻ പാടില്ലെന്ന്. ഞാൻ എന്താ ചെയ്യണ്ടേ? അളിയാ ഇവിടുത്തെ കാര്യം ഇങ്ങനെ തന്നെ. നൈസായിട്ട് അളിയനെ സോപ്പിട്ടെടുക്ക്. അളിയാ ഏച്ചി പോളയാ. ഞാൻ പോന്നു. പാർവേ, അത് ശരി, ഇവിടെ വന്നിരിക്കുക. എന്താ ചേച്ചി? എന്താ ചേച്ചി ഇതാ നിന്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞു വിട്ടെ? എന്താ പറഞ്ഞു? പാർവേ, അവാർഡ് ആക്ടിങ് സ്കിൽസ് ഒന്നും എന്റെ അടുത്ത് ഇറക്കരുത് കേട്ടാ. കിണിക്കണ കൊച്ചാ ബുക്ക് എടുത്ത് തന്നത് എന്തിനാ? അത് പഠിക്കാൻ വേണ്ടിട്ടാ. പോരുത്, പഠിക്കു വച്ചേ. ഇന്നേ സ്കൂളില്ലല്ലോ ചേച്ചി. സ്കൂളുള്ള ദിവസം മാത്രമേ ഇയാൾ പഠിക്കുള്ളൂ, സ്കൂളില്ലാത്ത ദിവസം പഠിക്കില്ല. പാർവേ, അടുത്ത ആഴ്ച പരീക്ഷയാണ് നിനക്ക്. അതിന് സമയമില്ല ചേച്ചി. പാറു, എന്റെ വാലിങ്ങനെ ചീത്തയേക്കാതെ പോയത് പഠിച്ചേ ചെല്ല്. ചേച്ചി ഒന്ന് പോയി, ഞാൻ പഠിച്ചോളാം. നിന്റെ അടുത്തേ മര്യാദക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വടി നല്ല അടിയുടെ കുറവാ. ആ ഇങ്ങ് വരാൻ. വൃത്തിയിരിക്കുന്ന വേണ്ട. പഠിക്കുന്നും പറഞ്ഞ് ഞാൻ ബുക്ക് എടുത്ത് കൊടുത്തതാ. എന്നിട്ട് ഇവിടെ വന്ന് പാവനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നു. എന്റെ സിദ്ധു, അവക്ക് അടുത്ത ആഴ്ച പരീക്ഷയാണെന്ന്. അളിയ ഇനി സമയമില്ല. ഇനി അല്ല ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കാതെ നീ അവളുടെ അടുത്തൊന്ന് പഠിക്കാൻ പറ. നീ പറഞ്ഞ അവള് കേൾക്കും. അളിയനെന്താ മിണ്ടാത്തേന്നറിയോ? എന്റെ സൈഡിലാളെ. എങ്ങനെ ഇരിക്കണ്? ആരെന്താ സ്വന്തം അളിയനെ തേച്ച് ഇപ്പൊ നമ്മളെ സ്വന്തം കെട്ടിയോളെ തേച്ച് ഞങ്ങ ഇരിക്കണ അളിയാ. കേട്ടാ കേട്ട്. അതിന് ഞാൻ ഇവിടെ അടുത്ത് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ സിദ്ധു. അടുത്ത ആഴ്ച പരീക്ഷയാണ്, പോയി ഒന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നീ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ? ഓ, അതുകൊണ്ടാണല്ലേ ഞാൻ ഓരോന്ന് പറഞ്ഞോണ്ട് നിന്നപ്പോഴത്തേക്ക് തലയാട്ടിക്കൊണ്ട് ഒന്നും മിണ്ടാതിരുന്നേ. കൊള്ളാം. ഇനി ഞാൻ നിന്റെ അടുത്ത് പഠിക്കുന്നു പറഞ്ഞു പുറകെ നടക്കൂല. നീ പരീക്ഷയ്ക്ക് മുട്ടയിട്ട് ആ മുട്ടയ്ക്കൊക്കെ അടയിരിക്കും. സിദ്ധു, എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. മിണ്ടരുത്. കൊള്ളാം, നന്നായിരിക്കണം. അളിയ താങ്ക്സ്. എന്തിന്? എന്നെ സപ്പോർട്ട് ചെയ്തേനി. അതിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തോ? അളിയ മിണ്ടാന്നില്ലേ, അത് മതി. ഈ വീട്ടിലൊരു അഭിപ്രായം പറഞ്ഞാലും പ്രശ്നം, പറഞ്ഞില്ലെങ്കിലും പ്രശ്നം. എന്ത് കഷ്ടോ ഇത്. ഈ വീട് അങ്ങനെ അളിയാ. അളിയൻ പേടിക്കണ്ട, അളിയന്റെ കൂടെ ഞാൻ കാണും. വലിയ ഉപകാരം. ഓ, എന്തൊരു കഷ്ടമാണ് നോക്കുവാണ്. ഒരു അഭിപ്രായം പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പം. വല്ല മാനസിക രോഗികളുടെ വല്ല വീട് കാണോ? സിദ്ധു, സിദ്ധു, ഇവിടെ இங்க இருக்கியா? இங்க இருக்கே. சித்து, தேங்க்ஸ். എന്തിന്? நீ கொஞ்சம் முன்னாடி எங்க கூட நின்னல, அதுக்கு. അതിന് നേരത്തെ ഒരു തവണ എനിക്ക് താങ്ക്സ് തന്നതായിരുന്നല്ലോ ആന്റി. ஒரு வாட்டி சொன்னேன், ஒரு வாட்டி கூட சொல்லணும்னு என்னோட மனசு சொல்லிச்சு. ആയിക്കോട്ടെ. സിദ്ധു, കേശു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സിദ്ധു എന്റെ കൂടെ നിന്നല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമായി സിദ്ധു. താങ്ക്സ്. അമ്മായി നേരത്തെ എനിക്ക് ഒരു തവണ താങ്ക്സ് പറഞ്ഞല്ലായിരുന്നോ? അപ്പോഴും പറഞ്ഞ്, പക്ഷെ എനിക്കിത് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ്. എനിക്കും മറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അളിയാ, അളിയാ, ഇവിടെ അളിയാ. താങ്ക്സ് പറയാൻ വന്നതാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഇവിടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കൊറേ സമയം എടുക്കും എന്നുള്ള കാര്യം മനസ്സിലായി. சித்து, உனக்கு டீ காஃபி என்ன வேணாலும் என்கிட்ட சொல்லு. ഇപ്പൊ ഒന്നും വേണ്ട ആന്റി, വയറ് നല്ലോണം നിറഞ്ഞിരിക്കുക. என்ன சொன்னாலும் நான் கொண்டு தருவேன். ഞാൻ പറയാട്ടോ. ചായയും കാപ്പിയൊക്കെ കൊടുത്തേ സോപ്പിട്ട് നിർത്തിക്കോ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആളല്ലേ. അമ്മ എന്തോന്ന് വർത്താനോ അമ്മ പറയണ? സിദ്ധു ന്യായത്തിന്റെ കൂടെ നിന്നിട്ടുള്ളൂ. സിദ്ധു ആണ് കറക്റ്റ്. ഓ, അപ്പൊ നമ്മുടെ ഭാഗത്ത് ഞാൻ ഇല്ലാന്ന്. സ്വന്തം ഭാര്യയായ എന്നെ വരെ നൈസായിട്ട് ചവിട്ടി അങ്ങ് മാറ്റി.
ഇവിടുത്തെ കൊച്ചുകുട്ടിയാ, അതുകൊണ്ട് അളിയ എന്റെ കൂടെ നിക്കത്തോളൂ. ഓ അപ്പൊ നിങ്ങൾ അങ്ങ് ടീമായി കൊള്ളാം. അപ്പൊ നിങ്ങള് ടീമല്ലേ? അത് ഞങ്ങള് ഇങ്ങോട്ട് വരണ വഴിക്ക് ഇവിടെ വന്ന് പെട്ടപ്പോ അങ്ങനെ ടീമായി പോയത്. ഞങ്ങൾ ഇങ്ങോട്ട് വരണ വഴിക്ക് പെട്ടപ്പോ ടീമായി പോയത്. நாங்களும் அப்படியே தான் டீம் ஆனோம். ஆனா எங்க டீம் வந்து நியாயம் இருக்கிற டீம், உங்க டீம் வந்து நியாயம் இல்லாத டீம். ഞങ്ങൾക്ക് ന്യായമില്ലെന്ന് ആര് പറഞ്ഞു? நம்ம சித்து சொன்னா. എന്നാ അതൊന്നും അറിയണല്ലോ. അളിയനോടെ പോയി. സിദ്ധു വിളിക്കണ്ട, അവൻ നൈസായിട്ട് ജനൽ വഴി മുങ്ങി. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഇന്ന് ന്യായോ അന്യായോ ആരുടെ ഭാഗത്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ വൈകാര്യം. ചേച്ചി വായിച്ചി അളിയാ. கௌரி, நம்ம போணுமா? നമ്മൾ ന്യായമുള്ള ടീം ഇവിടെ നിന്നാ മതി. ഷിഹാബിക്ക ഇങ്ങോട്ട് വിളിക്കില്ലേ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന്. ഞാനൊരു വള്ളി പിടിച്ചിട്ടിരിക്കുക മൊത്തത്തില്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ശരി. എനിക്ക് തോന്നുന്നതേ അവൻ ആ പാറമടയുടെ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ബാ ചേച്ചി ആ സൈഡിലോട്ടാണ് പോയെങ്കിൽ ഇവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് അവിടെ കാണാം. കാരണം അത്രയും ദൂരം പോയി കാണില്ല. ഇങ്ങനാണെങ്കിൽ ഈ സൈഡിൽ വല്ലോ എവിടെങ്കിലും ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. നാളെ അളിയെ നമ്മളത്തെ ചെയ്ത് കഴിഞ്ഞല്ലേ, കളഞ്ഞല്ലേ. അങ്ങനോട്ട് ശരിയാവൂലല്ലോ. ഇല്ല, ശരിയാവൂല. സിദ്ധുവേ, വിളിച്ചെന്നെ വിളി ഓടൂലേ. എന്താ ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. കുഴിപ്പളത്ത് പോയി കഴിഞ്ഞാൽ കല്ലൂസിന്റെ കൂടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യും. ഇങ്ങനെ എവിടെ പോയി കിടക്കണ? പോട്ടെ, എന്തായാലും പോയി കേട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, അന്നേരം പൊക്കാം. അതെ പോക്ക. കൈ കിട്ടിട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ. അമ്മൂമ്മ കുറച്ച് വെള്ളം വല്ലതും കിട്ടുവാണെങ്കിൽ താ. ചേച്ചി എന്നാലും ഞാൻ അങ്ങനെ എന്തുമാത്രം സ്നേഹിച്ചാണെന്നറിയും. നിന്റെ ഒന്നും സ്നേഹം എനിക്ക് വേണ്ടടാ. എന്നിട്ട് ആളെ ഈ ചെയ്തവന്നല്ല. കിട്ടിപ്പോയി. അളിയൻ എവിടാ ഒളിച്ചിരിക്കണത് എനിക്ക് മനസ്സിലായി. എവിടെ? ഉഴുപ്പള്ളത്ത് പോയി ഒളിച്ചിരിക്കുകയായിരിക്കണം. എടാ പോടാ അവിടെ നിന്ന്. അത്രയും ചിന്തിക്കാനുള്ള ബോധമൊന്നും അവനില്ല. ചിലപ്പോ പോയെങ്കിലോ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവനിപ്പോ ബസ് സ്റ്റോപ്പ് വരെത്തുള്ള സമയമായിട്ടുള്ളൂ. ബസ് സ്റ്റോപ്പ് ഇട്ട് പിടിക്കാം. ബാ പോക്കാം. എന്താടാ അളിയനെ കണ്ടേ. സിദ്ധളിയാ എനിക്ക് വാ. മക്കള് പുറത്തേക്ക് വാ.
എന്തൊരു മടി മാ എണീക്കങ്ങോട്ട് വരുവാ വാ കേശുവേ ഇത് കണ്ടോ? ഓ അളയെ നൈസിൽ ബാഗും പാക്ക് ചെയ്ത് ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? അയ്യോ അളിയ ഒളിച്ചതല്ല, പെട്ടെന്നൊരു തലവേദന. അപ്പൊ പിന്നെ അവിടെ ഇരിക്കാൻ ഓർത്തു. കെട്ടില്ലടിയില്ല. അല്ല കട്ടിലടിയല്ല, പെട്ടെന്ന് ഈ ബെഡ് ഒന്ന് ചുളുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ ഇരുന്നതാ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ലച്ചു മനസമാധാനത്തിന് വേണ്ടിയിരുന്നതാ, പ്ലീസ്. ഓ അപ്പൊ ഞാൻ തനിക്ക് മനസമാധാനം തരുന്നില്ലെന്നല്ലേ? ഞാൻ എന്ത് മനസമാധാനക്കേടാണോ തനിക്ക് ഉണ്ടാക്കിയത്? ലച്ചു ഞാൻ നിന്നെ അല്ല ഉദ്ദേശിച്ചേ. ഓ അപ്പൊ ഞാൻ അളിയന് മനസ്സമാധാനം തരണില്ലല്ലോ അല്ലേ? പറയണേ, ഞാൻ അളിയന് എന്ത് മനസ്സമാധാനക്കേടാണ് ഉണ്ടാക്കിയത്? പറ. എന്റെ പൊന്നളി എന്നെ ഒന്ന് വെറുതെ വിടറ പ്ലീസ്. അങ്ങനെ വെറുതെ വിടാൻ പറ്റൂല. ചേച്ചിയെ തൂക്കി വെച്ച് നടയങ്ങോട്ട്. ലച്ചു ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ആരെയും എങ്ങോട്ട് പിടിക്കണ്ട. നടക്കാൻ? അടാ, ഇല്ല നടക്കാൻ. എടാ നടയല്ലേ അങ്ങോട്ട്, ശരിയാക്കി തരാം ഞാൻ. അടാ അമ്മൂമ്മ, ആളെ കിട്ടി. കിട്ടിയാ കിട്ടിയാ പാവ സിദ്ധു ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് സിദ്ധുവിനെ ദ്രോഹിക്കണ. ഓ മാഡം, എന്റെ കെട്ടിയോനല്ലേ, ഞാൻ നോക്കിക്കോളാം. എന്റെ അളിയനല്ലേ, ഞാനും നോക്കിക്കോളാം. അളിയൻ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോണ്ട് അളിയനെ ഞങ്ങളെ രക്ഷിക്കും. പാവ സിദ്ധു. എന്തോന്ന് പാവം, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം അഭിപ്രായം പറയാന്, അല്ലാതെ തോന്നിയതുപോലെ അഭിപ്രായം പറയരുത്. സിദ്ധു സിദ്ധു ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ മൂന്നുപേരും സിദ്ധുവിന്റെ കൂടെ തന്നെ ഉണ്ട്. സിദ്ധുവിന് ഐക്യദാർഢ്യം. ശ്ശോ, എല്ലാരും കൂടെ ഒന്ന് നിർത്തുവോ? മനുഷ്യന് കുറച്ച് സമാധാനം തരാൻ പറ്റുമോ? എല്ലാരും കണക്കാം, സിദ്ധു എന്ന് പറഞ്ഞ എല്ലാരും കണക്കാണ്. കൊള്ളാലോ അളിയാ. കേട്ടമ്മായിയെ, എല്ലാരും കണക്കാണെന്ന്. കേട്ടടാ, കേട്ടാ കനകേച്ചി, എല്ലാരും കണക്കാന്ന്. கேட்டேன் கௌரி. கேட்டியா பாரு, நம்ம எல்லாரும் கணக்குன்னு. കേട്ടാണ്ടി കേട്ടു. അമ്മൂമ്മ കേട്ടാ എല്ലാരും കണക്കാണെന്ന്. കേട്ടോ ലച്ചു, എല്ലാരും കണക്കാന്ന്. ഓ കേട്ടോടാ യേശു, എല്ലാരും കണക്കാന്ന്. ഞാൻ ആദ്യം കേട്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞത്. കഷ്ടമല്ലേ ഇത്? നാലും എന്റെ സിദ്ധുവേ, നീ കുടുംബത്തിനെ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു കളഞ്ഞല്ലോടാ. കൊള്ളാളിയാ, കൊള്ളാം. എന്നാലും അളിയാ ആറുസേ മാറി നിർത്തിക്കോ. കുറെ നേരമായി എല്ലാരും കൂടെ തുടങ്ങിയിട്ട് മനുഷ്യനൊരു സമാധാനം തരത്തുമില്ല. നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പം, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം. ഇതെന്തോ ഇവിടെ? ഇനി ഈ വീട്ടിൽ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ യഥാർത്ഥ സ്വഭാവം എല്ലാരും അറിയും കേട്ടോ. പറഞ്ഞാൽ വേണ്ട. ലച്ചു പറഞ്ഞു കൊടുത്തേരെ എല്ലാരും. നാല് അളിയൻ.